പണ്ടെൻ്റെ മുത്തശ്ശി എന്നോട് പറഞ്ഞ വാക്കുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നീ മുഖം നോക്കാൻ എടുക്കുന്ന കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്ന സമയത്തിൻ്റെ പാതി സമയം മതി നിന്റെ മനസ്സിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ എന്ന്. എത്ര ശരിയാണ് എന്ന് കാലം തെളിയിച്ചു. കാരണം 90ൻ്റെ നിറവിലും വളരെ ചുറുചുറുക്കോടെ വീട്ടിലെ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന മുത്തശ്ശി ഇന്നും ഞങ്ങൾക്കൊരു അത്ഭുതമാണ്. എങ്ങനെയാണിത് സാധ്യമാകുന്നതെന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്നും രാവിലെ എണീറ്റാൽ പ്രാർത്ഥിക്കുകയാണെന്ന പേരിൽ 5 മിനിറ്റ് കണ്ണടച്ചിരുന്നിട്ടേ മുത്തശ്ശി എഴുന്നേക്കൂ. അതും കഴിഞ്ഞ് വെറും വയറ്റിൽ നല്ല തണുത്ത വെള്ളം ഒന്നകത്താക്കും പുള്ളിക്കാരത്തി. ഇത് പുള്ളിക്കാരത്തിയുടെ ദിനചര്യയുടെ ഭാഗമാണ്, ആരും പറഞ്ഞു കൊടുത്തതല്ല. തലമുറകളായി കൈവരുന്ന പുള്ളിക്കാരത്തിയുടെ ശീലമാണ്. ഇത്തരം ശീലങ്ങൾ പണ്ട് ഞങ്ങളെ കുട്ടികൾക്കൊക്കെ കളിയാക്കാനുള്ള ഒരു കാരണമായിരുന്നു കേട്ടോ. ഈ മുത്തശ്ശിയെ കൊണ്ട് തോറ്റു, എഴുന്നേൽക്കാൻ പറഞ്ഞാൽ പിന്നെ കണ്ണടച്ചിരിക്കും 5 മിനിറ്റ്, വീണ്ടും കിടന്നുറങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഇന്ന് പല യൂട്യൂബേഴ്സും അല്ലെങ്കിൽ പല ഡോക്ടേഴ്സും ഒക്കെ പറയാറുണ്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാമെന്ന്. പുള്ളിക്കാരത്തി അത് ചെയ്യുകയാണെന്ന് ഞങ്ങൾക്ക് ഇന്നല്ലേ മനസ്സിലായത്. കണ്ണടച്ച് നാമം ജപിക്കുന്ന പേരിൽ പുള്ളി ഭയങ്കര ഡീപ്പായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ യാതൊരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും അനുവദിക്കില്ല കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തണുത്ത വെള്ളം തന്നെയാണ്, വെറും വയറ്റിൽ ഒരു ഗ്ലാസ് മുഴുവനും കുടിച്ചിട്ടേ എഴുന്നേൽക്കുള്ളൂ. പക്ഷേ അതുകൊണ്ടെന്താ, ഇന്നും പുള്ളിക്കാരത്തി ഹാപ്പിയാണ്.